മതേതരത്വരാജ്യമായി ഇന്ത്യ തുടരുവാൻ മനുഷ്യർ തുല്യരായ പൗരരായി തീർന്നിടാൻ കണ്ണുനീരണിഞ്ഞു മണ്ണിൽ വീണ കർഷകർ ദുരന്ത ചിത്രമായ നാളുകൾ മാറുവാൻ കരുത്തരാ മനുഷ്യരെ ഉണർന്നിടേണ്ട നേരമായി. പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, നല്ലവരായ നാട്ടുകാരെ, വരാൻ പോകുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോകസഭാ മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി ജനവിധി തേടുന്ന സഖാവ് അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശങ്ങൾ അരിവാൾ ധാന്യക്കതിർ അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് ഈ നാടിന്റെ ജനപ്രതിനിധിയായി ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്താനയിക്കണമേ എന്ന് ഈ നാട്ടിലെ ഉത്ബുദ്ധരായ നല്ലവരായ വോട്ടർമാരോട് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. നമുക്കൊരു പന്തലൊരു കാത്തിരുന്നൊരു പൂരമല്ലേ, മാറ്റുരയ്ക്കണ പൂരമല്ലേ, പൊൻകതിരിന് പൊന്നരിവാൾ ചേർത്തു വെക്കണ പൂരമല്ലേ. തൃശൂർ ലോകസഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി ജനവിധി തേടുന്ന അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശങ്ങൾ അരിവാൾ ധാന്യക്കതിർ അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ നാടിന്റെ ശബ്ദമുയർത്താൻ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്താനയിക്കണമേ എന്ന് ഈ നാട്ടിലെ നല്ലവരായ വോട്ടർമാരോട് അമ്മ പെങ്ങന്മാരോട് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. നാടിനു നല്ല നാളേകിടാൻ നേരിന്റെ ശബ്ദമായി മുഴങ്ങുവാൻ സ്വാതന്ത്ര്യമുന്മയോടെ കാക്കുവാൻ വരൂ ഒന്നു ചേർന്നിടാം. ജനിച്ച മണ്ണിൽ നിന്നും ആട്ടിപ്പുറത്താക്കാൻ പൗരത്വ നിയമത്തിൻ ഭേദഗതികളുമായി വന്നപ്പോഴും UAPA നിയമ ഭേദഗതിയും കാശ്മീരിനെ വിഭജിക്കാൻ പുത്തൻ നിയമനിർമ്മാണം വന്നപ്പോഴും അന്നം തരുന്ന കർഷകരെ പെരുംവഴിയിൽ ആക്കിയ നിയമങ്ങൾ ചൂടപ്പം പോലെ ചുട്ടെടുക്കുമ്പോഴും ശബ്ദിക്കാൻ നാവു പൊന്താത്ത MPമാരെയും പരിമിതികളുടെ UDF രാഷ്ട്രീയത്തെയും ഈ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കുന്നതിനു വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥി സഖാവ് അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ അരിവാൾ ധാന്യക്കതിർ അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച വർദ്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന ഈ നാട്ടിലെ നല്ലവരായ വോട്ടർമാരോട് വിനയപുരസ്സരം താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഇവിടെ നാം തുടങ്ങണം, അതിന്ത്യയാകെ പടരണം, ഈ ദുഷിച്ച ഫാസിസത്തിനറുതി കാണണം, പൊരുതി നാം ജയിക്കണം, ഇതിന്ത്യയായി തുടരണം, ഇടതുപക്ഷമായി നിരന്നു നാടുകാക്കണം. ജാതി ചിന്തകളെയും മതവൈര്യങ്ങളെയും സൃഷ്ടിച്ചെടുത്ത് മാനവികതയുടെ മഹിത മൂല്യങ്ങളുടെ കടയ്ക്കൽ കത്തിവെച്ച് വോട്ടുപെട്ടി നിറയ്ക്കാൻ വെമ്പുന്ന വർഗീയ ദുർഭൂതങ്ങളുടെ കുഴലൂത്തുകാരായി മാറിയ വലതുപക്ഷം പിന്തിരിപ്പൻ ശക്തികൾക്കുള്ള ശക്തമായ താക്കീതാവണം. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ വിധിയെഴുത്ത് വ്യക്തമായ വികസന കാഴ്ചപ്പാടോടെ ജാതിമത വർഗവർണ്ണ രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം മനുഷ്യന് വില കൽപ്പിക്കുന്ന, നാടറിയുന്ന, നാട്ടുകാരെ അറിയുന്ന, നാട്യങ്ങളില്ലാത്ത ജനകീയ സാരഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം അരിവാൾ ധാന്യക്കതിർ അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഈ നാടിന്റെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്താനയിക്കണമേ എന്ന് ഈ നാട്ടിലെ ഉത്ബുദ്ധരായ നല്ലവരായ വോട്ടർമാരോട് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. നാം നയിച്ചിടാം മാനവന്നു വേണ്ടിയുള്ളൊരീരണം സഖാക്കളെ. സേവന രാഷ്ട്രീയത്തിന്റെ കർമ്മവീതിയിൽ കരുണയുടെ കാരുണ്യത്തിന്റെ വഴിയെ സഞ്ചരിച്ച് ഇരവും പകലും ദുരിതബാധിതർക്കായി സേവനം ചെയ്ത് പ്രളയനാളുകളിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ നേരിട്ടെത്തി സഹായഹസ്തമായി നിലകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ തന്റെ നേതൃത്വത്തിൽ നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തി നാടിന്റെ നന്മയ്ക്കും നേട്ടത്തിനും വേണ്ടി നിലകൊണ്ട് നാടിന്റെ ഹൃദയം കീഴടക്കിയ സ്നേഹസ്വാന്തനത്തിന്റെ തലോടലായി കടന്നുവന്ന് വിളിപ്പുറത്തുള്ള നമ്മുടെ നാടിന്റെ സ്വന്തം സാരഥി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാൾ ധാന്യക്കതിർ അടയാളത്തിൽ നിങ്ങളുടെ സമ്മതിദാനാവകാശങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് വമ്പിച്ച വർദ്ധിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമേ എന്ന് ഈ നാട്ടിലെ നല്ലവരായ വോട്ടർമാരോട് വിനയപുരസ്സരം താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ്. സംരക്ഷണത്തിനായി
അറ്റവോളവും പോകുവാൻ നമ്മോടൊപ്പമെന്നുമുണ്ട് തീർച്ചയായി ഇതാ ഇടതു മുന്നണി. ഇന്ത്യ മഹാരാജ്യത്ത് ഹൈന്ദവനെയും മുസൽമാനെയും തരംതിരിച്ച് ന്യൂനപക്ഷങ്ങളെ ഈ രാജ്യത്ത് നിന്ന് നാടുകടത്താൻ പൗരത്വ നിയമം കൊണ്ടുവന്ന ഭൂരിപക്ഷ വർഗീയവാദികളായ BJPയോടും ഇന്നിന്റെ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞ ന്യൂനപക്ഷ വർഗീയവാദികളായ ജമായത്തെ ഇസ്ലാമിയോടും പോപ്പുലർ ഫ്രണ്ടിനോടും ഒരേ സമയം കൈകോർത്ത് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഇടതുപക്ഷത്തെ നേരിടുന്ന UDFന് വോട്ട് ചെയ്യണോ എന്ന് പ്രബുദ്ധ ജനത തീരുമാനിക്കട്ടെ. ഈ രാജ്യത്തെ കീറുമുറിക്കാൻ ഇറങ്ങിയ വർഗീയവാദികളോട് അത് കേരളത്തിന്റെ മണ്ണിൽ നടക്കില്ല എന്ന് പറഞ്ഞ ഈ ജനതയെ ചേർത്ത് പിടിച്ച കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനായിരിക്കട്ടെ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശങ്ങൾ. പോരാടി നേടിയതാണീ മരതക മലയാളം. വീരന്മാരനവധിയുണ്ടതിൽ നേരിനു കൊടിയേന്തി. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന സാരഥി, നാടിന്റെ ഏത് വിഷമഘട്ടങ്ങളിലും ഓടിയെത്തുന്ന തൃശൂരിന്റെ ജനകീയ മുഖം, വികസനം ചെയ്യാൻ മനസ്സുള്ള വികസന നായകൻ, സൗഹൃദം കൊണ്ട് പ്രായഭേദമന്യേ നാട്ടുകാരുടെ മനസ്സിൽ സ്ഥാനം നേടിയ നാട്ടുകാരുടെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പ് സഖാവ് VS സുനിൽകുമാറിന് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശങ്ങൾ അരിവാൾ ധാന്യക്കതിർ അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചുകൊണ്ട് ഈ നാടിന്റെ ജനപ്രതിനിധിയായി ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത് ആനയിക്കണമേ എന്ന് ഈ നാട്ടിലെ നല്ലവരായ വോട്ടർമാരോട് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. നാടൊരുങ്ങാറായി നമ്മുടെ വീടുമൊരുങ്ങാറായി. ചെങ്കൊടി കെട്ടി ചിഹ്നം വരച്ച് ജാഥക്കിറങ്ങാറായി. നമ്മുടെ ജാഥക്കിറങ്ങാറായി. പതിറ്റാണ്ടുകളേറെക്കാലത്തെ സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തന മികവുമായി വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും ആദർശവും അഭിമാനവും മുറുകെ പിടിച്ച് സംശുദ്ധ രാഷ്ട്രീയം കൊണ്ട് ജനമനസ്സിൽ ഇടം നേടിയ സാരഥി, ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ മനുഷ്യനായി കണ്ട് നാട്ടുകാരുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായി തൃശൂരിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നാടിന്റെ പ്രിയങ്കരനായ സഖാവ് VS സുനിൽകുമാറിന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാൾ ധാന്യക്കതിർ അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശങ്ങൾ വോട്ടുകളാക്കി നൽകിക്കൊണ്ട് കാലഘട്ടത്തിന്റെ കടമ നിർവഹിക്കണമേ എന്ന് ഈ നാട്ടിലെ ഉത്ബുദ്ധരായ നല്ലവരായ വോട്ടർമാരോട് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. ശക്തന്റെ തട്ടകത്തിൽ നമ്മള് ശക്തി തെളിയിച്ചതാ. പുത്തൻകാലത്തിൽ പച്ചരി വേവിക്കാൻ നമ്മളൊരുക്കമല്ല. തൃശ്ശൂര് നമ്മളൊരുക്കമല്ല. വർഗീയതയുടെ കറുത്ത അന്തരീക്ഷം ഇന്ത്യയാകെ പടച്ചുവിട്ട് അധികാരമത്തുപൂണ്ട മോദി ഭരണകൂടം കേരളത്തിന് ലഭിക്കേണ്ട നികുതിയുടെ വിഹിതം നിഷേധിച്ചും വികസന പ്രവർത്തനങ്ങളും സാമൂഹ്യക്ഷേമ പെൻഷൻ പദ്ധതികളും തടയുക എന്ന ലക്ഷ്യത്തോടെയും കടമെടുപ്പ് പരിധി ഏകപക്ഷീയമായി വെട്ടിക്കുറച്ചും കേരള ജനതയോട് ജനദ്രോഹപരമായ സമീപനം നടത്തുന്ന കേന്ദ്ര ഭരണകൂടത്തിനെതിരെ പ്രതിഷേധമുയർത്തിക്കൊണ്ട് രാജ്യത്തിന്റെ പൊതുഖജനാവിലെ സകലതും വിറ്റുതുലച്ചും കട്ടുമുടിച്ചും കേന്ദ്ര ഭരണകൂടം അധികാരം കൊണ്ട് പകിട കളിക്കുന്ന വർത്തമാന കാലത്ത് വർഗീയതയുടെ വിഷപ്പുക തുറന്നുവിട്ടും കേരളത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചും ഇന്ത്യ മഹാരാജ്യത്തിന്റെ മതസൗഹാർദ്ദ അന്തരീക്ഷത്തോടും കേരള ജനതയോടും കേന്ദ്ര ഭരണകൂടം ജനദ്രോഹപരമായ സമീപനങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ ശക്തമായ പ്രതിഷേധത്തിന്റെ പ്രതിധ്വനികൾ ഉയർത്തിക്കൊണ്ടായിരിക്കണം പ്രിയമുള്ളവരെ നിങ്ങളുടെ ഈ വിധിയെഴുത്ത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിനായിരിക്കട്ടെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാൾ ധാന്യക്കതിർ അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ നാടിന്റെ ശബ്ദമുയർത്താൻ ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഈ നാടിന്റെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്ത് ആനയിക്കണമേ എന്ന് നല്ലവരായ വോട്ടർമാരോട് വിനയപുരസ്സരം താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. മണ്ണിനെ അറിഞ്ഞവൻ മനുഷ്യനെ പുണർന്നവൻ നമ്മുടെ സുനിൽകുമാർ. മണ്ണിനെ അറിഞ്ഞവൻ മനുഷ്യനെ പുണർന്നവൻ നമ്മുടെ സുനിൽകുമാർ.
മതത്തിന്റെ പേരിൽ മനുഷ്യ മനസ്സുകളിൽ വിഷം പടർത്തി മനസ്സുകളെ വിഭജിച്ച് ഭരണം നിലനിർത്താനുള്ള സംഘപരിവാരം നീക്കങ്ങൾക്കെതിരെ വിധിയെഴുതുക. ഇലക്ടറൽ ബോണ്ടുകൾ വിറ്റഴിച്ച് ആയിരക്കണക്കിന് കോടി രൂപ സ്വരൂപിച്ച് ജനാധിപത്യത്തെ വിലക്കെടുക്കാൻ മോഡിയും കൂട്ടരും ശ്രമിക്കുമ്പോൾ അവർക്കെതിരെ ജനാധിപത്യത്തെ മുറുകെ പിടിച്ച് വിധിയെഴുതുക. പ്രിയമുള്ളവരെ, കേന്ദ്ര സർക്കാരിന്റെ അവഗണനകൾക്കെതിരെ വോട്ടിംഗ് മെഷീനിലൂടെ മറുപടി നൽകുക. നമ്മുടെ പ്രിയങ്കരനായ സാരഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന് അരിവാൾ ധാന്യക്കതിർ അടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ അംഗീകാരങ്ങൾ വോട്ടുകളാക്കി നൽകിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് നല്ലവരായ വോട്ടർമാരോട് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. നാടിനു നല്ല നാളേകിടാൻ, നേരിന്റെ ശബ്ദമായി മുഴങ്ങുവാൻ, സ്വാതന്ത്ര്യമുണ്മയോടെ കാക്കുവാൻ വരൂ ഒന്നു ചേർന്നിടാം. നാട്ടിലാകെ ഇടി പേടി പടർത്തി പ്രതിപക്ഷ ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങൾക്കെതിരെ ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കുക. പ്രിയമുള്ളവരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥി അഡ്വക്കേറ്റ് സഖാവ് VS സുനിൽകുമാറിന് നിങ്ങളുടെ വിലയേറിയ മനസ്സിന്റെ അംഗീകാരങ്ങൾ അരിവാൾ ധാന്യക്കതിർ അടയാളത്തിൽ വോട്ടുകളാക്കി രേഖപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് നല്ലവരായ വോട്ടർമാരോട് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. ജനാധിപത്യ ഇന്ത്യയിൽ മതേതരത്വം പുലരുവാൻ ഹൃദയപക്ഷ സാരഥികൾ ജയിച്ചു പോകണം. ഹൃദയപക്ഷ സാരഥികൾ ജയിച്ചു പോകണം. പെരുമഴയിലും പ്രളയത്തിലും അകപ്പെട്ട ജനതയെ കൈപ്പിടിച്ചുയർത്തിയ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രതിനിധി സഖാവ് VS സുനിൽകുമാർ, കോവിഡ് മഹാമാരിയിൽ നിന്ന് ഈ നാടിനെ സംരക്ഷിച്ച ജനപ്രതിനിധി സഖാവ് VS സുനിൽകുമാർ, ഇന്ത്യയുടെ തെരുവുകളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ, ഇന്ത്യയുടെ മതേതരത്വം ഇല്ലാതാകുമ്പോൾ പ്രതിരോധത്തിന്റെ പടയണി തീർത്ത മുന്നണിയുടെ മുൻനിര പോരാളി സഖാവ് VS സുനിൽകുമാറിനായിരിക്കട്ടെ നിങ്ങളുടെ സമ്മതിദാരാവകാശങ്ങൾ. തിരഞ്ഞെടുപ്പു പോർക്കളം തുറന്നു നാം നയിച്ചിടാം. മാനവനു വേണ്ടിയുള്ളൊരീരണം സഖാക്കളെ. യുവത്വം തൊഴിലില്ലായ്മയിൽ അകപ്പെടുമ്പോൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ കുത്തക മുതലാളിമാർക്ക് നൽകുമ്പോൾ, വിലക്കയറ്റം കൊണ്ട് ജനജീവിതം പൊറുതിമുട്ടുമ്പോൾ, ദാരിദ്ര്യം രാജ്യത്തെ വിഴുങ്ങുമ്പോൾ പ്രതികരിക്കാൻ ബദലൊരുക്കാൻ തൃശൂരിലെ പ്രബുദ്ധ ജനങ്ങളുടെ പ്രതിനിധിയാവാൻ സഖാവ് VS സുനിൽകുമാറിന് അരിവാൾ ധാന്യക്കതിർ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് നല്ലവരായ വോട്ടർമാരോട്, അമ്മ പെങ്ങന്മാരോട് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. കാത്തിരുന്നൊരു പൂരമല്ലേ, കാറ്റുരയ്ക്കണ പൂരമല്ലേ, പൊൻകതിരിന് പൊന്നരിവാൾ ചേർത്തു വെക്കണ പൂരമല്ലേ. പൊന്നരിവാളുണ്ട്, ചിഹ്നത്തിൽ നെൽക്കതിരൊപ്പമുണ്ട്, ചേർത്തു പിടിക്കാൻ VS സുനിൽകുമാർ നമ്മുടെ ഒപ്പമുണ്ട്, എപ്പോഴും നമ്മുടെ ഒപ്പമുണ്ട്. നോട്ട് നിരോധനവും അശാസ്ത്രീയമായ GSTയും വഴി പാവപ്പെട്ടവന്റെ വയറ്റത്തടിച്ച മോഡി സർക്കാരിനെതിരെ പ്രതികരിക്കുക. വ്യാജ ഗ്യാരണ്ടികളെ തള്ളിക്കളയുക. LDFന് വോട്ടേകുക. രാജ്യത്തെ പൗരന്മാരെ മതപരമായി വേർതിരിക്കുന്ന ഫാസിസത്തിനെതിരെ പ്രതികരിക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ സാരഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന് അരിവാൾ ധാന്യക്കതിർ അടയാളത്തിൽ വോട്ടുകൾ നൽകി വമ്പിച്ച വർദ്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന നല്ലവരായ വോട്ടർമാരോട് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. തിരഞ്ഞെടുപ്പു പോർക്കളം തുറന്നു നാം നയിച്ചിടാം. മാനവനു വേണ്ടിയുള്ളൊരീരണം സഖാക്കളെ. വർഗീയത കൊണ്ട് രാജ്യത്തെ കീറിമുറിക്കാൻ കച്ചകെട്ടിറങ്ങിയ മോദി അമിത്ഷാ ഭരണത്തെ താഴെയിറക്കാൻ രാജ്യം ഒന്നാകെ പോരാട്ടം നടത്തുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ പോലും അട്ടിമറിക്കുന്ന വിഭാഗീയതയുടെ ഭരണത്തെ ചവിറ്റുകൊട്ടയിലേക്ക് എറിയ ഈ മണ്ഡലത്തിൽ നിന്നും നിലപാടുകൾക്ക് ഉറപ്പുള്ള ഒരു പ്രതിനിധി പാർലമെന്റിലേക്ക് വിജയിച്ചു പോകേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്. പ്രിയമുള്ളവരെ, BJPയിലേക്ക് പോകുമോ
എന്ന ചോദ്യത്തിന് എനിക്ക് BJP-യിലേക്ക് പോകാൻ തോന്നിയാൽ ഞാൻ BJP-യിലേക്ക് പോകുമെന്നും RSS-കാരന്റെ ശാഖയ്ക്ക് കാവൽ നിന്നത് അഭിമാനമായി വിളിച്ചു പറയുകയും ചെയ്യുന്ന KPCC പ്രസിഡന്റുള്ള കോൺഗ്രസിനെ എങ്ങനെയാണ് കേരളത്തിലെ ജനത വിശ്വാസം അർപ്പിക്കുക? RSS-കാരന്റെ ശാഖ ഈ മണ്ണിൽ നടത്താൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് ശാഖ നടത്താൻ തുനിഞ്ഞിറങ്ങിയവർക്ക് മുമ്പിൽ മുഷ്ടി ചുരുട്ടി ഇൻകുലാബ് വിളിച്ച് പ്രതിരോധം തീർത്ത ഇടതുപക്ഷം ഏതു വർഗീയവാദിക്ക് മുമ്പിലും മുട്ടുവിറയ്ക്കാതെ ഇടതടവില്ലാതെ പോരാട്ടം നടത്തുന്ന ഇടതുപക്ഷത്തിനാവട്ടെ നിങ്ങളുടെ വിലയേറിയ വോട്ടുകള്. അദാനിമാർക്കും അംബാനിമാർക്കും ഈ രാജ്യത്തെ വിറ്റുകൊടുത്ത് ഈ രാജ്യത്തെ ഇല്ലാതാക്കി ഈ നാടിന്റെ തൊഴിലവസരങ്ങൾ വരെ ഇല്ലായ്മ ചെയ്തും ദിനംപ്രതി പെട്രോളിലും ഡീസലിനും ഗ്യാസിനും വില വർദ്ധിപ്പിച്ച് പാവപ്പെട്ട ജനതയെ ചൂഷണം ചെയ്യുന്ന മോദി അമിത്ഷാ ഭരണത്തെ താഴെയിറക്കാൻ ഈ രാജ്യം പോരാടുമ്പോൾ സ്വന്തം മക്കളെ BJP-യിലേക്ക് സംഭാവന ചെയ്യുന്ന കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിയും പെങ്ങളെ BJP-യിലേക്ക് സംഭാവന ചെയ്ത് പിന്നീട് തനിക്ക് BJP-യിലേക്ക് പോകുവാനുള്ള വഴിയൊരുക്കുന്ന മറ്റൊരു മുൻ മുഖ്യമന്ത്രിയുടെ മകനും കൈയാളുന്ന കേരളത്തിലെ കോൺഗ്രസിനെ എങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാനാവുക? പ്രിയമുള്ളവരെ, BJP-യിലേക്ക് ചേക്കേറുകയില്ല എന്നും ഈ നാടിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജീവൻ കൊടുത്തും ഈ നാടിന്റെ കൂടെ നിലനിൽക്കുമെന്നും ഉറപ്പുള്ള ഇടതുപക്ഷത്തിനാവട്ടെ നിങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരങ്ങൾ അരിവാൾ ധാന്യക്കതിർ അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സാരഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിനെ വമ്പിച്ച വർദ്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന ഉത്ബുദ്ധരായ വോട്ടർമാരോട് വിനയപുരസ്സരം താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ്. പോരാടി നേടിയതാണീ മരതക മലയാളം. വീരന്മാരനവധിയുണ്ടതിൽ നേരിനു കൊടിയേന്തി. വർഗീയത കൊണ്ട് മനുഷ്യനെ തല്ലിക്കൊന്നും തമ്മിൽ തല്ലിച്ചതച്ചും വർഗീയത ഈ രാജ്യത്ത് നടനമാടുമ്പോൾ മണിപ്പൂർ കലാപം സൃഷ്ടിച്ചും സ്ത്രീകളെ നഗ്നമായി നടത്തിച്ചും ബലാത്സംഗം ചെയ്തും വർഗീയതയുടെ ആൾരൂപങ്ങളായി RSS-ഉം BJP-യും രാജ്യത്തെ കീറിമുറിക്കുമ്പോൾ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു പ്രതിനിധിയാവണം നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റിൽ എത്തേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാൾ ധാന്യക്കതിർ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഈ നാടിന്റെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്താനയിക്കണമേ എന്ന് നല്ലവരായ വോട്ടർമാരോട് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്.